ടി ജി, ഈ പണ്ട് പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് നടക്കുന്ന കാലത്ത് അതിൻ്റെ വിജയത്തിന് വേണ്ടി ജില്ലാ സെക്രട്ടറി കാട്ടായിക്കോണം ശ്രീധർ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടച്ചിരുന്നു. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന സമയത്ത് മദർഷിപ്പ് വന്നതിൻ്റെ ആഘോഷത്തിൽ അതിന് മുമ്പ് അവിടെ ഗണപതി ഹോമം നടത്തിയ വാർത്തകൾ വന്നിട്ടുണ്ട്. ഒരു മതേതര സർക്കാരാണല്ലോ, കമ്മ്യൂണിസ്റ്റ് സർക്കാരുമാണ്, നിരീശ്വരവാദികളൊക്കെയാണെന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഹോമം മതേതരത്വത്തിന് എതിരല്ലേ? അത് അദാനി നടത്തിയതാണെങ്കിലും പിണറായി വിജയൻ ഇടപെട്ട് തടയേണ്ടതല്ലായിരുന്നോ? ശിവൻകുട്ടിയെങ്കിലും അയക്കാമായിരുന്നില്ലേ അത് തടയാൻ? സാറേ, കാര്യത്തോടടുത്ത് കഴിയുമ്പോൾ എല്ലാവരും വിശ്വാസികളാണ്. പണ്ട് നമ്മുടെ ഇപ്പോൾ മരിച്ചുപോയ അദ്ദേഹം സുകുമാറുണ്ടല്ല, കാർട്ടൂണിസ്റ്റായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മിക്കവാറും യോഗങ്ങൾ അത് ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ അന്ന് VGT ഹാള്, ഇന്ന് അയ്യങ്കാളി ഹാൾ. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് ഈ പറഞ്ഞ ബുദ്ധിജീവികളൊക്കെ സിറ്റി ബസ്സിൽ കയറും. നിരീശ്വരവാദികളുടെ സമ്മേളനം VGT ഹാളിൽ. കിഴക്കേക്കോട്ടയിൽ നിന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ പഴവങ്ങാടി ഗണപതിയുടെ മുമ്പിൽ കൂടെയാണ് പോകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഇയാളൊന്നിങ്ങനെ കണ്ണടയ്ക്കും. ഗണപതിയോട് ഒരു മുൻകൂർ ജാമ്യമാണ്. ഞാൻ പോയി പലതും പ്രസംഗിക്കുകയൊക്കെ ചെയ്യും, ഉപജീവനമാണ്, നമ്മളെ ഉപദ്രവിക്കരുത്. ഗണപതി ചിരിച്ചുകൊണ്ട് തുമ്പിക്കൈ ഇങ്ങനെ ആട്ടിയിട്ട് ആയിക്കോട്ടെ, നിനക്കും ജീവിക്കണ്ടേ, എന്തെങ്കിലും പല തരകിടകൾ കൊണ്ട് ജീവിക്കുന്നു, നിനക്ക് ഇതാണ് വരും, എന്നെ വെച്ച് നീ കാശുണ്ടാക്കുന്നുണ്ടായി. അങ്ങനെയാണ് ഈ ഗണപതി മിത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ മഹാന്മാരായിട്ട് വാഴ്ത്തപ്പെടുന്നില്ല. അത് ഗണപതിയെ വെച്ച് ഇവൻ ജീവിക്കുന്നതാണ്. അതിന് പ്രശസ്തി കിട്ടുന്ന ആർക്ക്? രാഷ്ട്രീയക്കാരനാണ്. മിത്താണെന്ന് പറഞ്ഞവനും മിത്തല്ലെന്ന് പറഞ്ഞവനും ഒക്കെ പ്രശസ്തി കിട്ടുന്നു. ഗണപതിയുടെ പ്രശസ്തി കൂടുമോ? ഗണപതി അപ്പോൾ അല്ലെങ്കിൽ തന്നെ പ്രശസ്തനല്ലേ ഗണനാഥൻ? അദ്ദേഹത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അതിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ മിത്താണെന്ന് പറയുന്നു, അല്ല എന്ന് പറഞ്ഞിട്ട് ജാഥ നടത്തുന്നു. ഈ ജാഥ നടക്കുന്നതും പുള്ളിയുടെ മുമ്പിൽ കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവർക്കും എന്നോടൊരു സഖാവ് പറഞ്ഞു, CITUവിൻ്റെ അന്താരാഷ്ട്ര സമ്മേളനം കോയമ്പത്തൂർ നടന്നു. അപ്പോൾ കുറേ തമിഴന്മാർ, അവരെ നമ്മൾ പാണ്ഡികളിൽ നിന്ന് പുച്ഛിക്കുമല്ലോ, അവർ ബസ് എടുത്തിട്ട് വന്നു. പക്ഷെ അവർ ബസ് എടുത്തിട്ട് മറ്റേ സമ്മേളനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ മുരുകൻ്റെ ക്ഷേത്രങ്ങളും മറ്റേ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സമ്മേളനം കഴിഞ്ഞിട്ട് അവർ അതിനാണ് ബസ്സിൽ വന്നത്. അമ്പലങ്ങളിലൊക്കെ തീർത്ഥയാത്രയൊക്കെ നടത്തിയിട്ടാണ് സഖാക്കളും തിരിച്ചു പോകുന്നത്. ഈ പരിപാടി സത്യനന്ദിക്കാടിൻ്റെ അല്ലേ മനസ്സിനക്കര എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ സുകുമാരി ഒടുവിലുണ്ണി കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇങ്ങനെ അവർ കൊടുങ്ങല്ലൂർ എന്തോ വലിയ സമ്മേളനത്തിന്, വനിതാ സമ്മേളനത്തിന് പോയത്. അപ്പോൾ ഒടുവിലുണ്ണി കൃഷ്ണൻ ചോദിക്കുന്നു, എന്തായി നമ്മുടെ നേതാക്കൾ ഘാട്ട് കരാറിനെയും മറ്റും എടുത്തിങ്ങനെ കൊട്ടഞ്ഞില്ലേ? സുകുമാരി കൂളായിട്ട് പറഞ്ഞു, ശക്തി പ്രകടിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ശക്തി പ്രകടിപ്പിച്ചു. ജാഥ കഴിഞ്ഞപ്പോൾ ഞാനും നാരായണിയൊക്കെ കൂടെ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ചെന്ന് സന്തോഷമായിട്ട് കണ്ടു, തൊഴുതു. സഖാവേ, എനിക്ക് വേറെ ഒന്നും എനിക്കറിയണ്ട, എനിക്ക് ഉമ്മാരുടെ പ്രസംഗവും കേൾക്കണ്ട, സഖാവ് എന്നോട് മിണ്ടണ്ട, സഖാവും എന്നോട് മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് സുകുമാരിയും ഒടുവിലുണ്ട് കൃഷ്ണൻ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ സുകുമാരി പോയത് എന്തിനാ? കൊടുങ്ങല്ലൂർ ഭഗവതിയെ തൊഴാനാണ്. അതിനിടയ്ക്ക് തൊഴാൻ ചിലവൊന്നുമില്ല, പാർട്ടി ബസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ശക്തി പ്രകടനം നടത്തണം. ചുവന്ന ബ്ലൗസും വെള്ള സാരിയാണ് വേഷം, അല്ലെങ്കിൽ മുണ്ടും നേരിയതും, ബ്ലൗസ് ചുമന്നത്. നല്ലതാണ്, കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് ഇഷ്ടപ്പെട്ടൊരു നിറമാണ് ചുവപ്പ്. അപ്പോൾ ആ ജാഥയിൽ അങ്ങ് പോയി. അവരൊക്കെ എന്തോ സിന്ദാബാദ് വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടെ സിന്ദാബാദ് വിളിച്ചു. പിന്നെ ഭക്തിപൂർവ്വം കൊടുങ്ങല്ലൂർ ഭഗവതിയെ തൊഴുത് തിരിച്ചു വന്നു. ഇത് ഈ കാപട്യം എത്രയോ കാലമായി കേരളത്തിൽ നടക്കുന്നു. വീണ്ടും സന്ദേശം സിനിമയിൽ ഇത് വന്നു. 4 മണിക്ക് ആരും കാണാതെ ശങ്കരാടി അമ്പലത്തിൽ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്ന് ശ്രീനിവാസൻ. അത് താനെങ്ങനെ കണ്ടു? ഞാനും പോകാറുണ്ട്. ശരി, അപ്പോൾ ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഇങ്ങനെ രഹസ്യമായിട്ട് ഇതൊക്കെ ചെയ്യും. ഇപ്പോൾ വിഴിഞ്ഞത്ത് ചെയ്തു. സാർ, വല്ലാർപാടം, ഈ ആളുകളുടെ പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട് എന്ന് പറയും. 2007 വല്ലാർപാടത്ത് നടന്ന ആഘോഷത്തിൻ്റെ പകുതി പോലും വരുന്നില്ല ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള ആഘോഷം. അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി വന്നാണ് വല്ലാർപാടം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് വന്നിരിക്കുന്ന ഏതോ ഷിപ്പിംഗ് മന്ത്രി, എന്താ അദ്ദേഹത്തിൻ്റെ പേര്? സർബാനന്ദ് സോനോവാൾ. മറ്റത് അങ്ങനെയല്ല, നേരിട്ട് മൻമോഹൻ സിംഗ് വന്നു ഇത് കമ്മീഷൻ ചെയ്ത്. ഇതിനൊക്കെ ഒരു പരിപാടിയുണ്ട്.
രാഷ്ട്രത്തിന് സമർപ്പിക്കുക എന്നാണ് ഒരു അങ്ങനെ ചടങ്ങ്. പിന്നെ ഇത് രാഷ്ട്രം നടത്തിക്കോളണം, അവർക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, നമ്മളൊക്കെ കൂടെ നടത്തിക്കോളണം എന്നാണ്. ഏതായാലും അങ്ങനെ ചെയ്താണ് ആ വല്ലാർപാടത്ത്. അത് DP വേൾഡിൻ്റെയാണ്, ദുബായ് പോർട്ട് വേൾഡിൻ്റെയാണ്. അന്ന് വലിയ ഗണപതി ഹോമം, ഇങ്ങനെ വലിയ ഫ്ലെയിംസൊക്കെ ആയിട്ട്, അത് ഈ പൂജാരിമാർക്ക് അറിയാം, കുറച്ച് തെള്ളിപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ ബും എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വരും, ഒരു ഷോയൊക്കെ വേണമല്ലോ. അപ്പോൾ അറബികളുണ്ട്, ആ അറബി വേഷത്തിൽ യജമാനൻ അറബിയ അവിടെ ഇരുത്തിയിരിക്കുന്നു. അറബി ഇരിക്കുമ്പോൾ പോലും ഉദ്ദേശിച്ചത് മറ്റേ യാഗത്തിൻ്റെ യജമാനൻ അറബി ഇരുന്നു അവിടെ. ഇവിടുത്തെ മുസ്ലിങ്ങൾക്കല്ലേ യാഗത്തെ പേടി, അറബി മുസ്ലിങ്ങൾക്ക് ഒറിജിനൽ മുസ്ലിം ഉണ്ടല്ലോ, മുഹമ്മദിൻ്റെ പരമ്പരയിൽപ്പെട്ടവൻ, അവന് യാഗത്തോട് പേടിയൊന്നുമില്ല. ഇതിവിടെ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഇളക്കുന്ന ഇളക്കാണ്. അപ്പോൾ അവർ ഭംഗിയായിട്ട് 2 അറബികളുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് ഞാൻ ഈ ഫ്ലെയിമിൻ്റെ ഹൈറ്റൊക്കെ പറയാൻ കാര്യം. ഇവർ ഇരുന്നു, അവർ തൊഴുതുകൊണ്ടിരുന്നു, അവർ പൊട്ടു തൊട്ടു, അവർ പ്രസാദം കഴിച്ചു. പിന്നെ ഈ ഹവിസ് ഇതിൽ ഹോമത്തിൽ ഇടണമല്ലോ, ഇതൊക്കെ യജമാനൻ ഇടാനുള്ളത്, അതിടാൻ പറഞ്ഞു, ഇട്ടു. ഇതൊക്കെ TV-യിൽ വന്നു. ഇതിൻ്റെ ഇരട്ടി ആഘോഷമായിരുന്നു വല്ലാർപാടം. പിന്നെ ഗതിയൊന്നുമില്ല കേട്ടോ, അവിടെ കപ്പലും ഒന്നും വരുന്നില്ല എന്നാണ് ഞാൻ കേട്ടത്. അതുപോലെ വേറൊരു സാധനമാണ് കപ്പലുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും ഈ ഹോമം ഇത്യാദി കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ ഷിപ്പ് യാർഡിലും കീലിടുമ്പോഴും ഒക്കെ ഹോമം നടത്തുവോ, തേങ്ങ ഉടയ്ക്കുവോ, അതൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതൊക്കെ ചെയ്യണം സാർ. കാരണം ഈ കപ്പൽ കടലിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അത് കടലുമായി ബന്ധപ്പെട്ടൊക്കെ വിശ്വാസമല്ലേ. അതെ. ഇതിപ്പോൾ ഈ മുക്കുവന്മാരോടെ എത്ര മാർക്സിസം പറഞ്ഞാലും അവർ സമ്മതിക്കില്ലല്ലോ, കാരണം കടലിലാണല്ലോ പോകുന്നത്. അതെ. അപ്പോൾ അവർക്ക് ഈ ആചാരങ്ങളൊക്കെ വളരെ പ്രധാനമാണ് അവർക്ക്. സാർ, ഈ കടലിനെ അമ്മ എന്ന് വിളിക്കുന്നതോടെ ആധ്യാത്മികത തുടങ്ങുകയാണ്. കടലമ്മ, മദർ സീ എന്ന് ഇംഗ്ലീഷുകാർ പറയും, സാറ് കേട്ടിട്ടുണ്ടോ? മദർഷിപ്പ് എന്നുണ്ടല്ലോ. മദർഷിപ്പുണ്ട്, മദർ സീ ഇല്ല. നമുക്കാണ് കടലമ്മ, അമ്പിളി അമ്മാവൻ. കടലിൻ്റെ സഹോദരനാണ് ആകാശത്തുള്ള അമ്പിളി. ഈ കൺസെപ്റ്റൊക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ. സൂര്യനെ നമ്മൾ വലിയച്ഛനായിട്ട് കാണും, മുത്തപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ വെളിച്ചപ്പാട് അളിയനായിട്ട് കാണുന്ന വല്ല ഗ്രഹമുണ്ടോ? ഒരുപാട് പേരുണ്ടാവും. അമ്മാവനുണ്ട്, ജഡ്ജി അമ്മാവൻ, ഒരമ്പലയില്ലേ, ആ കേസ് കൊണ്ടുപോയി അവിടെ പൂജിച്ച് കഴിഞ്ഞാൽ കേസ് സാറ് ജയിക്കും. ജഡ്ജിയെ സ്വാധീനിക്കും പുള്ളിയുടെ ഒരു പവർ അതാണ്. ജഡ്ജിയുടെ മനസ്സിൽ കയറിയിട്ട് ജഡ്ജ്മെൻറ്റ് നമുക്ക് അനുകൂലമായിട്ട് എഴുതി. എല്ലാത്തിലും ഒരു ആധ്യാത്മികത നമ്മുടെ, അത് തമാശയല്ല, സകല കാര്യത്തിനും നമുക്ക് ആധ്യാത്മികതയില്ലാതെ പറ്റില്ല. പ്രൊഫഷണൽ കള്ളുകുടിയന്മാർ ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല, ഉണ്ടാവും. മഹാരാഷ്ട്രയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഡെയിലി മദ്യപിക്കുന്നവരുണ്ടല്ല, അവർ ഈ ദേശീയ ദാരുവിങ്ങനെ നിറച്ചിട്ട് അതിൽ ഒരു വിരൽ മുക്കിയിട്ട് ഇങ്ങനെ അങ്ങ് 3 തവണ തെറിപ്പിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ ഇതെന്ന് ചോദിച്ചു. അത് കുട്ടിച്ചാത്തനാണ്, അതിന് വേറെ എന്തോ പേരാണ് അവിടെ. സാധനം നമ്മുടെ കുട്ടിച്ചാത്തൻ തന്നെ, വേറൊരു പേര് അങ്ങനെ എന്തോ. ഈ കള്ളു കുടിക്കുമ്പോൾ പോലും ഒരു ആധ്യാത്മികതയുണ്ട്. കള്ളുകുടിയന്മാരുടെ ഒരു അയ്യപ്പൻ പാട്ടുണ്ട്, കള്ളൂകുടത്തിലെ വെള്ളപ്പത പോലെ ഉള്ളത്തിൽ നന്നായി വിളങ്ങണം അയ്യനെ. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ അന്വേഷിച്ചു. ഇങ്ങനൊരു പാട്ട്, കള്ളുകുടിയന്മാരുടെ പാട്ട്. അപ്പോൾ ഈ കള്ള് കുടത്തിൽ നിന്ന് നമ്മൾ വേറൊരു കുടത്തിലേക്ക് ഒഴിച്ചു എന്ന് വെച്ചോ, അപ്പോഴും ഇതിൻ്റെ പത ഒറിജിനൽ കുടത്തിൽ കിടക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒഴിച്ച കാരണം കൊണ്ട് ഈ കുടത്തിൽ ആ പതയും കള്ള്. ഇതെടുത്ത് അടുത്ത കുടത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പത കിടക്കും, കള്ള് വീണ്ടും അടുത്ത കുടത്തിൽ. എത്ര കുടത്തിൽ ഈ കള്ള് മാറ്റിയാലും ഒറിജിനൽ ആദ്യത്തെ കുടമുണ്ടല്ലോ അതിൽ ആ പത കിടക്കും. ഇതുപോലെ എത്ര ആളുകൾ വന്നാലും പോയാലും, എത്ര പേർക്ക് ഞാനിത് പകർന്നു കൊടുത്താലും, അയ്യപ്പ നീ കള്ളുകുടത്തിലെ വെള്ളപ്പത പോലെ ഉള്ളത്തിൽ എന്നും നിൽക്കണം. സാർ, ഇത്രയും വലിയ ആധ്യാത്മികത കേരളത്തിലെ കള്ള് ഷാപ്പിലല്ലാതെ വേറെ എവിടെയും കാണാൻ പറ്റുമോ? യു വിൽ നോട്ട് സീ. ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് തമാശയാണ്. ആപാത ചൂടം നമ്മൾ ചെയ്യുന്ന പോക്കൃത്തരത്തിൽ പോലും ഒരു ആധ്യാത്മികതയുണ്ട്, നമ്മൾ കാണിക്കുന്ന വൃത്തികേടിൽ പോലും ഒരു ആധ്യാത്മികതയുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ പറഞ്ഞ പോലെ വിഴിഞ്ഞം പോർട്ട് അത് ഇത് പറയും, എന്തെങ്കിലും തട്ടാമുട്ടി അവർ പറയും. അത് അദാനി നടത്തിയതാണ്, ഞങ്ങളതിൽ പെട്ടില്ല. കാര്യമൊക്കെ ശരി, ആരെങ്കിലും ഒന്ന് നടത്തണം അത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കടകംപള്ളിയോ കല്ലയംപള്ളിയോ ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് പറയും, അതേ ഒരു ഗണപതി ഹോമമൊക്കെ നടത്തണം, ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട,
ഞാനതിലേ വരില്ല, നിങ്ങളത് വേണ്ട രീതിയിൽ ഭക്തിപൂർവ്വം ചെയ്യണം. ഓ അത് ചെയ്യാം സാർ. അതേ, അത് വെറുതെ ഒന്നും പോരാ. നമ്മളുടെ ആ മറ്റേ പോറ്റിയില്ലേ, ആറ്റുകാലിന് പടിഞ്ഞാറ് വശം താമസിക്കുന്ന പുള്ളിയെ തന്നെ വിളിക്കണം, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അങ്ങനെ അത് വിധിപ്രകാരം നടത്തണമെന്ന് പാർട്ടിക്ക് തന്നെ നിർബന്ധമാണ്. എന്നിട്ട് പാർട്ടി ഒന്നും അറിയാൻ മേലാത്ത പോലെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ അറിഞ്ഞില്ല, അദാനി ചെയ്തതാണെന്നൊക്കെ പറയും. അദാനിയുടെ അംബാനിയുടെയും തലയിലാണല്ലേ കേരളത്തിലെ എല്ലാ കുറ്റവും. അതേസമയം അദാനിയുടെ പോർട്ടും. ആ ഒരു യാത്ര നടന്നില്ലേ നവകേരള, പുതിയ ബസ് മേടിച്ചിട്ട് 1.25 കോടിയുടെ, അതൊരു ജ്യോത്സ്യം പറഞ്ഞിട്ടാന്ന് കേട്ടിട്ടുണ്ട്. മന്ത്രിമണ്ഡലത്തിൻ്റെ കൂടെ വേണം അങ്ങ് സഞ്ചരിക്കാൻ, അട്ടിമറി നീക്കാൻ വേണ്ടിയൊക്കെ. അങ്ങനെ ഉണ്ടായ സഞ്ചാരമാണെന്നാണ് പറയുന്നത്. എന്നിട്ടും 19 സീറ്റ് പോയല്ലോ. അത് പോയി. അല്ല അതെ, 19 സീറ്റ് പോയി. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആചാരലംഘനോ നിയമലംഘനോ, കാരണം ആ ജീവകാരുണ്യ പ്രവർത്തനം ജ്യോത്സ്യം പറഞ്ഞതായിരിക്കില്ല. സാധാരണ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോത്സ്യൻ ഇത് പറയും, നമ്മൾ ചെയ്യും. കാര്യം നടന്നാൽ ജ്യോത്സ്യൻ മിടുക്കൻ, കാര്യം നടന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ വന്ന കുറ്റം. അല്ലാതെ ജ്യോത്സ്യം പറയില്ലല്ലോ ഞാൻ പറഞ്ഞതെന്ന് തെറ്റിപ്പോയി എന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും ഒരു പെശകുണ്ടാകും. ഇല്ല, ഒന്നുമില്ല ജ്യോത്സ്യരെ, ഞാൻ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്ത്. ശരി, നിങ്ങളിത് ചെയ്യുമ്പോൾ അവിടുത്തെ ഭിത്തിയിൽ എവിടെയെങ്കിലും പല്ലി ഇരിപ്പുണ്ടായിരുന്നോ? പല്ലി അവിടെ ഇരിപ്പുണ്ട്. മതി, പോയില്ലേ? ഇങ്ങനെയാണ് ജ്യോത്സ്യന്മാർ ജയിച്ചുകൊണ്ട് പോകുന്നത്. അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, കുറ്റമൊക്കെ നമ്മുടെ തലയിലാണ്. പക്ഷേ ഇത് കൃത്യമായിട്ടിരുന്നാൽ ജ്യോത്സ്യർ പറയും, എങ്ങനെയുണ്ട് എൻ്റെ ക്രിയ, ഏറ്റില്ലേ, കണ്ടോ 24 മണിക്കൂറിന് കക്ഷി വീണില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ജ്യോത്സ്യർ എങ്ങനെ വീണ് കഴിഞ്ഞാലും ജ്യോത്സ്യർ മഹാനാകും. ഇത് പക്ഷേ ഈ ഹോമം ഇത്യാദി ഉണ്ടല്ലോ, ഇത് കൂടോത്രവും സംഗതിയൊന്നുമല്ല. അതിപ്പോൾ കോൺഗ്രസ്സുകാർ നടത്തുന്ന, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കലാപരിപാടിയാണ്. ഗണപതി ഹോമം അങ്ങനെയല്ല, അതൊരു സാത്വികമായ പൂജയാണ്. അതിൽ ചെകുത്താൻ, ഭൂതപ്രേത, പിശാചുക്കൾ അങ്ങനെയൊന്നുമില്ല. ഗണപതി നന്മയ്ക്ക് വേണ്ടി, വിഘ്നങ്ങൾ അകറ്റാൻ. അല്ലെങ്കിൽ വിഘ്നം എവിടെ നിന്നും വരാൻ സാർ, എവിടെ നിന്ന്? ഞാൻ എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പിന്നെ പ്രൊമോഷൻ കിട്ടി, മാനേജർ, സീനിയർ മാനേജർ എന്നൊക്കെ പറയും. പിന്നെ ഈ ട്രേഡ് യൂണിയനുമായിട്ട് അടികൂടുക, കോടതിയിൽ പോവുക, ഇതൊക്കെയാണ്. അല്ലാതെ റിയൽ എൻജിനീയറായിട്ട് ഞാൻ എൻജോയ് ചെയ്ത സമയം സ്ക്രൂ ഡ്രൈവറിനൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും തന്നെ, ആരുമില്ലെങ്കിൽ ഞങ്ങൾ 3-4 എഞ്ചിനീയർമാർ കൂടിയിട്ട് ഒരു തേങ്ങ ഉടയ്ക്കും. ഗണപതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനം തേങ്ങയാണല്ലോ. ഇത്രയധികം തേങ്ങ കൊണ്ട് ഏറ് കിട്ടുന്നൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊരേറാണ് സാർ, പെറ്റ തള്ള സഹിക്കാത്ത ഏറാണ് നമ്മുടെ പഴവങ്ങാടിയിലൊക്കെ നമ്മളിത് എറിയുമ്പോൾ ഇത് പൊട്ടുമോ എന്നുള്ളൊരു സംശയം വരുമല്ലോ. കാരണം ഇത് പൊട്ടിയില്ലെങ്കിൽ പുണ്യം കിട്ടില്ല. ഇത് അങ്ങോട്ട് ഇതിലേക്ക് എറിയുമ്പോൾ പൊട്ടണം നിർബന്ധം. അതാണ് ഈ ശക്തമായിട്ട് എറിയുന്നത്. അത് SFIക്കാരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് എറിയാൻ പറ്റും, കാരണം അവർക്ക് ശീലമാണല്ലോ ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ്. അല്ല, പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ തേങ്ങ എറിയുക എന്നല്ല, തേങ്ങ ഉടയ്ക്കുക എന്നാണ്. ഉത്തരേന്ത്യൻ ഭാഗത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അവർ എറിഞ്ഞ് പൊട്ടിക്കുകയല്ല ചെയ്യുന്നത്, അടിച്ചു പൊട്ടിക്കുകയാണ്. ഒരു കല്ല് വെച്ചിട്ട് അതിലടിക്കും. ആദ്യത്തെ അടിക്ക് പൊട്ടുകയില്ല, സാധാരണ ഒറ്റ അടിക്ക് തേങ്ങ പൊട്ടുകയില്ല. 2-3 തവണ അടിച്ച് പൊട്ടിക്കുക. ഉടയ്ക്കുക എന്നേ ഉള്ളൂ, അല്ലാതെ അത് ഒറ്റ ഏറിന് പൊട്ടിത്തെറിക്കണം, അതിനെന്തോ വലിയ മഹത്വം, അത് അങ്ങനെ ഒരു കോംപ്ലക്സ് ഒന്നും അവർക്കില്ല. കേരളത്തിലും ഇത് തേങ്ങ ഉടയ്ക്കുക എന്നാണ് പറയുന്നത്. അതിനായിട്ടാണ് ഈ എറിയുന്നത്. അല്ല, അവിടെ നിന്ന് ഓരോരുത്തരും ഈ കുടുകുടു അടിക്കാൻ പോയാൽ നമ്മുടെ MP ഗോവിന്ദൻ പറഞ്ഞിരുന്നു, നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഇടപെടണം, നമ്മൾ വിശ്വാസത്തിനൊന്നും എതിരല്ല. ഇനി അത് അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ചെയ്യിച്ചതാണെങ്കിലും അത് ദാറ്റ് വിൽ ബി ഹഷ്ഡപ്പ്. കാരണം ഗോവിന്ദൻ നിവൃത്തിയില്ലാതെ പറഞ്ഞ ഒരു കാര്യമാണ് ക്ഷേത്രങ്ങളിൽ ഇടപെടണം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്പൂർണ്ണമായിട്ട് സകല ദൈവങ്ങളുടെയും മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിരീശ്വരവാദം എന്ന് പറയുന്ന സാധനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇനിയില്ല. അതുകൊണ്ട് ഇനിയൊരു കടകംപള്ളി സുരേന്ദ്രൻ ഇനിയൊരു ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ ഒരു വിവാദവും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഈ പാർട്ടിയുടെ അല്ല, അത് ശരിയാണ്. എന്താണെന്ന് വെച്ചാൽ 2006 ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത MM മോനായി ഐഷ പോറ്റി
അവരെ കർശനമായിട്ട് ശാസിച്ചു പാർട്ടി. പക്ഷേ ഇത്തവണ വീണ ജോർജ്, ആൻ്റണി ജോൺ ഇവരൊക്കെ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഓക്കെയാണ്. അല്ല, അത് മറ്റൊരു ഹിന്ദുക്കളല്ലേ, ഹിന്ദുക്കൾ ചെയ്താൽ അത് കുറ്റമാണ്. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ പ്രശ്നമില്ല. അതൊരു എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന. അത് ശരിയാ, ക്രിസ്ത്യാനികളായ സഖാക്കളൊക്കെ പള്ളിയിൽ വെച്ച് തന്നെയാണ് കല്യാണം നടത്താറ്. ഹിന്ദുക്കളത് ചെയ്യില്ല, അവർ ടൗൺ ഹാളിൽ വെച്ച് നടത്തും. അത് ശരിയാ. എന്നിട്ട് മാലയെടുത്ത് കൊടുക്കണം പാർട്ടി സെക്രട്ടറി. അതാണ് വലിയ ആഘോഷം. പാർട്ടി സെക്രട്ടറി മാലയെടുത്ത് തരും. രക്തഹാരം. അതെ, അതാണ് ശ്രീനിവാസൻ പറയും, ഒരു രക്തഹാരം അങ്ങോട്ട്, ഒരു രക്തഹാരം ഇങ്ങോട്ട്, കഴിഞ്ഞു. പിന്നെ വെടിയുണ്ടയുടെ മുമ്പിൽ വിരുമാറ് കാണിക്കണം, ഇങ്ങനത്തെ നാടകങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ. സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണല്ലോ പാർട്ടിയുടെ നോട്ടത്തിൽ. ഹിന്ദുക്കൾ ഇങ്ങനെ അവർക്ക് മുതലെടുക്കാൻ മാതാവിനോട് പാർട്ടിക്ക് എതിർപ്പുള്ളൂ. ഈ കപ്പൽ മാത, അതല്ലേ മദർഷിപ്പ്, അതെ അതെ, അതിനോട് അനുകൂലമാണ്. ബട്ട് ഇത് സാർ, ഇതൊന്നും അതിൻ്റെ ഫീസിബിലിറ്റിക്കുള്ള തെളിവല്ല. വിഴിഞ്ഞം പോർട്ടിൻ്റെ സാറ് നോക്കിക്കോളൂ, വിഴിഞ്ഞം പോർട്ട് വല്ലാർപാടം പോലെ വേറൊരു ഷോ പീസായിട്ട് മാറും. ഇത് അറിയാവുന്നവനാണ് അദാനി. അദാനിയോടെ 67 ഏക്കർ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് കോൺട്രാക്റ്റ് വേണ്ടാന്ന് പറഞ്ഞ അദാനി. ഈ കോൺട്രാക്റ്റുമായിട്ട് അയാളുടെ പിന്നാലെ നടക്കുകയായിരുന്നു, ഓർമ്മയുണ്ടില്ല. സിംഗിൾ ടെൻഡർ ബേസിൽ കൊടുത്തതാണ്. 3 ടെൻഡർ ഉണ്ടായിരുന്നു, 2 പേര് പിന്മാറി. ലാങ്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂലോക തെലങ്കാനയിലുള്ള അവർ 2 പേരും പിന്മാറി. ഇയാളും പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. ഒടുവിൽ എൻ്റെ പൊന്നദാനി രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടന്ന് കാലുപിടി അയാൾ പറഞ്ഞു 67 ഏക്കർ അഡീഷണൽ എനിക്ക് തരണം, ഞാനൊരു ടൗൺഷിപ്പ് ഉണ്ടാക്കും, അതൊരു ടൂറിസ്റ്റ് സെൻ്റർ ആക്കും. അതിൽ നിന്നായിരിക്കും അദാനിയുടെ വരുമാനം. ഇവിടെ വല്ലപ്പോഴും ഒരു കപ്പൽ വന്നാലായി, വന്നില്ലെങ്കിലായി. അതിനെ സാധ്യതയുള്ളൂ. സാർ, യു ജസ്റ്റ് സീ ദ ഡിസ്റ്റൻസ്. കൊളംബോയിൽ നിന്നുള്ള സാധനം ഇങ്ങോട്ട് വരണം എന്നാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എവിടെ പോകാനാണ് സാർ? കൊളംബോയുടെ കിടപ്പ് സാർ, കൊളംബോ പ്ലസ് അവരുടെ പുതിയ പോർട്ട് ചൈനീസ് ഹമ്പൻ തോത്ത ഈ അന്താരാഷ്ട്ര കപ്പൽ റൂട്ടിലാണ്. അതിലെയാണ് അവർക്ക് സിംഗപ്പൂർ പോകേണ്ടത്, അതിലെ ചുറ്റിയാണ് അവർക്ക് ജപ്പാനിലൊക്കെ പോകേണ്ടത്. അവർ വിഴിഞ്ഞത്ത് വന്നിട്ട് എന്ത് ചെയ്യാൻ പോകും? വാട്ട് ഈസ് ദാറ്റ് യു ആർ ഗോയിങ് ടു? പിന്നെ മാത്രമല്ല തമിഴ്നാട്ടിലേക്ക് പോകാമല്ലോ, തൂത്തുക്കുടിയിലേക്കും ഒക്കെ പോയിക്കോ. സാർ, തൂത്തുക്കുടിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് സിലോൺ ചുറ്റിയേ പോകാൻ പറ്റുള്ളൂ. അതല്ലേ ഈ മറ്റേ രാമസേതു പ്രശ്നം. അതെ, യു കനോട്ട് ഗോ ത്രൂ ദാറ്റ് റൂട്ട്. അല്ല, ഞാൻ പറഞ്ഞത് വിഴിഞ്ഞം വഴി പോകണ്ടല്ലോ എന്നാണ്. അതെ, വിഴിഞ്ഞം വഴി പോകേണ്ട കാര്യമില്ല. ഇപ്പം ഈ വല്ലാർപാടം ഇരിക്കുമ്പോൾ പോലും തൂത്തുക്കുടിക്കാണ് വല്ലാർപാടത്തേക്കാൾ ബിസിനസ്. കാര്യം എന്താണെന്നറിയാമോ? വല്ലാർപാടത്തിൻ്റെ പകുതി ചാർജേ ഉള്ളൂ തൂത്തുക്കുടിയിൽ ഒരു കണ്ടെയ്നർ കയറ്റി പോകാൻ. അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കശുവണ്ടി കണ്ടെയ്നറിലാക്കിയിട്ട് തൂത്തുക്കുടിയിൽ കൊണ്ടുപോയി കയറ്റി വിടും. ഇവിടെ വല്ലാർപാടത്ത് കയറ്റില്ല, കാരണം ഈ ചാർജസ് ആർ ഹൈ. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വിഴിഞ്ഞം രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഹോമങ്ങൾ വേണ്ടി വരും. ആത്മാർത്ഥമായ ഹോമങ്ങളും പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വിഴിഞ്ഞം രക്ഷപ്പെടുകയുള്ളൂ. ഇന്ന് ഹോമമോ യാഗമോ ഒക്കെ നടത്തിയത് നന്നായി. അതിലൂടെയെങ്കിലും ജില്ലാ കമ്മിറ്റി ഒരു യാഗ പരമ്പര ആസൂത്രണം ചെയ്യുന്നത് നന്നായിരിക്കും. അതും താമസിയാതെ സംഭവിച്ചോളും.